നമസ്കാരം. കഴിഞ്ഞ വീഡിയോകളിൽ ചില സജഷൻസ് വന്നിരുന്നു. അതിലൊന്ന് സ്പേസ് ഷട്ടിലിനെ പറ്റി ഒരു വീഡിയോ ചെയ്യണം എന്നായിരുന്നു. ശരിയാകട്ടെ, നമുക്ക് സ്പേസ് ഷട്ടിലിനെ പറ്റി സംസാരിക്കാം. എന്താണ് സ്പേസ് ഷട്ടിൽ? നമുക്കറിയാം ബഹിരാകാശ യാത്രയുടെ ഒരു സ്വഭാവം എന്താണ് എന്നുള്ളത്. അത് നമ്മൾ പല പ്രാവശ്യം ഡിസ്കസ് ചെയ്തു. ഒരു റോക്കറ്റിൽ, വലിയൊരു റോക്കറ്റിൽ അതിൻ്റെ അറ്റത്ത് ഒരു ബഹിരാകാശ വാഹനം, യാത്രക്കാർക്കിരിക്കാവുന്ന ഒരു മൊഡ്യൂൾ, അത് ഈ റോക്കറ്റ് അങ്ങോട്ട് വിക്ഷേപിച്ച് അത് ഘട്ടം ഘട്ടമായി ഓരോന്നും എരിഞ്ഞു തീർന്ന് അവസാനം ഈ ബഹിരാകാശ പേടകം മാത്രം ഭ്രമണപഥത്തിലെത്തുന്നു. അവിടെ കുറച്ച് ദിവസം ചിലവഴിക്കുന്നു, പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തുന്നു. അതിൽ ആ യാത്രികർ ഇരിക്കുന്ന ഒരു ഭാഗം മാത്രം തിരികെ പാരച്യൂട്ടുകളുടെ സഹായത്തോടെ ഭൂമിയിലേക്ക് എത്തുന്നു. ആ യാത്രികരിരിക്കുന്ന ഭാഗം അവർ മടങ്ങി വരാൻ തീരുമാനിച്ചു കഴിയുമ്പോൾ അത് മാത്രം അടർത്തി മാറ്റുന്നു. അടർന്നു മാറി അത് ഏകദേശം 28,000 കിലോമീറ്റർ വേഗതയിൽ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുന്നു. അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ അതിഭയങ്കരമായ വേഗത കാരണം ഇത് എയർ മോളിക്യൂൾസുമായി ഇവ പരസ്പരം ഉരഞ്ഞ് ഘർഷണം മൂലം, ഫ്രിക്ഷൻ മൂലം വളരെ വലിയ ചൂടുണ്ടാകുന്നു. ആ ചൂടിനെ അതിജീവിക്കാൻ വേണ്ട ആ തെർമൽ കവചം അതിനുണ്ടാകും. അങ്ങനെ ഭൂമിയോട് അടുക്കുമ്പോൾ അതിൽ പാരച്യൂട്ടുകൾ വിടർന്ന് അത് സാവധാനം കരയിലോ കടലിലോ ഇറങ്ങുന്നു. ഇങ്ങനെയാണ് പരമ്പരാഗതമായ ബഹിരാകാശ യാത്ര എന്ന് പറയുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് നടക്കുന്നത്. അതായത് വളരെ ലളിതമാണ് കാര്യങ്ങൾ. ഒരു ബഹിരാകാശ വാഹനം വീണ്ടും ഉപയോഗിക്കാൻ കഴിയില്ല. വീണ്ടും അടുത്ത യാത്രയ്ക്ക് വേണ്ടി ഇതെല്ലാം ഉണ്ടാക്കണം. എന്നാൽ ഇതിന് ഒരു പരിഹാരമെന്നോണം 1970കളിൽ അപ്പോളോ പ്രോഗ്രാമിന് ശേഷം അമേരിക്ക പുനരുപയോഗിക്കാവുന്ന ഒരു ബഹിരാകാശ വാഹനത്തിൻ്റെ ഗവേഷണം ആരംഭിച്ചു. വളരെ സീരിയസ് ആയിട്ട് അവർ ഗവേഷണം ആരംഭിച്ചു. കാര്യം, ഒരു ബഹിരാകാശ വാഹനം സ്പേസിൽ പോയി തിരിച്ചു വന്നു കഴിഞ്ഞാൽ വീണ്ടും അത് ഉപയോഗിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി അങ്ങനെ ഉണ്ടായ ബഹിരാകാശ വാഹനമാണ് സ്പേസ് ഷട്ടിൽ എന്ന് പറയുന്നത്. ഈ റോക്കറ്റിനെ പറ്റിയും വിക്ഷേപണത്തിനെ പറ്റിയും അതുവരെ ഉണ്ടായിരുന്ന പരമ്പരാഗതമായ ധാരണകളെല്ലാം മാറ്റിമറിക്കുന്നതായിരുന്നു ഈ സ്പേസ് ഷട്ടിൽ എന്ന് പറയുന്ന സാധനം. അത് 3 റോക്കറ്റുകൾ, 3 വലിയ സിലിണ്ടറുകൾ, അതിൽ ഇങ്ങനെ ഒരു വിമാനം അള്ളിപ്പിടിച്ചിരിക്കുന്നു. ഇതാണ് അതിൻ്റെ രൂപം. സാധാരണ റോക്കറ്റ് ഒറ്റ കുഴലാണത്, ഒരു സിലിണ്ടറിക്കൽ ഷേപ്പാണ്. എന്നാൽ ഇത് 3 സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള 3 സാധനങ്ങൾ അതിൽ ഈ ബഹിരാകാശ വാഹനമായ ഈ സ്പേസ് ഷട്ടിലിനെ പറ്റിച്ചു വച്ചിരിക്കുന്നു. ഈ 3 സാധനം എന്ന് പറയുന്നത് 2 ബൂസ്റ്റർ റോക്കറ്റുകളാണ്. 2 സോളിഡ് ബൂസ്റ്റർ റോക്കറ്റുകളാണ്, വലിയ സോളിഡ് ബൂസ്റ്റർ റോക്കറ്റുകൾ. അതിൻ്റെ നടുവിലുള്ള ഓറഞ്ച് കളറിലുള്ള വലിയൊരു സിലിണ്ടർ വേറെയുണ്ട്. അത് മറ്റൊന്നുമല്ല, ഫ്യുവൽ ടാങ്കാണത്. ഈ ഫ്യുവൽ ടാങ്കിൽ നിന്നും ഈ ഷട്ടിൽ വാഹനത്തിൻ്റെ പുറകിലാണ് പ്രധാന എഞ്ചിനുകൾ ഘടിപ്പിച്ചിരിക്കുന്നത്. അതിലേക്ക് ആവശ്യമായ ക്രയോജനിക് ഇന്ധനം ഈ ടാങ്കിൽ നിന്നാണ് നൽകുന്നത്. ഇത് വിക്ഷേപിച്ച് കഴിഞ്ഞാൽ, ഈ ബൂസ്റ്ററുകളുടെ സഹായത്തോടുകൂടി ഇത് വിക്ഷേപിച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പം എന്ത് സംഭവിക്കും? ഈ ബൂസ്റ്ററുകൾ വേർപെടും. ഈ ബൂസ്റ്ററുകൾ വേർപെട്ട് അത് കടലിൽ പതിക്കും. ആ കടലിൽ പതിക്കുന്ന ബൂസ്റ്ററുകൾ അത് വീണ്ടെടുത്ത് വീണ്ടും ഉപയോഗിക്കാം. സ്പേസിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഓറഞ്ച് നിറത്തിലുള്ള ഫ്യുവൽ ടാങ്ക്, ഇന്ധന ടാങ്ക്, അത് ബഹിരാകാശത്ത് ഉപേക്ഷിക്കും. അത് കുറച്ച് കഴിഞ്ഞ് അന്തരീക്ഷത്തിൽ കയറി കത്തി നശിക്കും. ബഹിരാകാശത്തെ പരീക്ഷണ നിരീക്ഷണങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ ഷട്ടിൽ ഭൂമിയിലേക്ക് മടങ്ങും. ഈ ഷട്ടിലിൻ്റെ അടിവശത്തും തെർമൽ രക്ഷാ കവചങ്ങളുണ്ട്. അത് കറുത്ത നിറത്തിലുള്ള ഒരു ടൈല് അതിൻ്റെ അടിവശം മുഴുവനും പാകിയിട്ടുണ്ട്. അതിൻ്റെ മൂക്കിലും അതുണ്ടത്. കാരണം എന്താ പറഞ്ഞാൽ അത് ഇങ്ങനെ തിരശ്ചീനമായിട്ടാണ് അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ വായുവുമായിട്ട് സമ്പർക്കം വരുന്നത് ഇതിൻ്റെ അടിഭാഗത്താണ്.
അതുകൊണ്ട് അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംരക്ഷണം വേണ്ടത്. അതേപോലെ മുമ്പോട്ട് ഇങ്ങനെയാണ് കയറുക. അപ്പോൾ അതിൻ്റെ ഈ മുൻവശത്തും മൂക്കിലും അതിൻ്റെ ഈ തെർമൽ രക്ഷാകവചങ്ങൾ ഉണ്ടായിരിക്കണം. അങ്ങനെ ഭൂമിയിലേക്ക് അന്തരീക്ഷത്തിലേക്ക് കയറി അതിൻ്റെ ഈ പറഞ്ഞ ആദ്യത്തെ ചൂടും ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതിനുശേഷം ഇതിനൊരു വിമാനത്തിൻ്റെ ഷേപ്പാണ്. അതിന് ചിറകുകളുണ്ട്, വാലുണ്ട്, എല്ലാം ഉണ്ട്. ശരിക്കും ഒരു വിമാനം പോലെ തന്നെ കാഴ്ചയിൽ. അതിൻ്റെ ആ വിമാനത്തിൻ്റെ ഷേപ്പ് ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ അതിന് വിമാന എഞ്ചിനുകളൊന്നുമില്ല. അതിൻ്റെ എഞ്ചിൻ എന്ന് പറയുന്നത് പുറകിലെ റോക്കറ്റ് എഞ്ചിനാണ്, ക്രയോജനിക് എഞ്ചിനാണ്. ആ എഞ്ചിൻ ഉപയോഗിച്ച് ഇതിന് വിമാനം പോലെ പറക്കാനാവില്ല. അതുകൊണ്ട് ഒരു പട്ടം പറക്കുന്നത് പോലെ, ഒരു ഗ്ലൈഡർ പറക്കുന്നത് മാതിരി ഒരു യന്ത്ര സഹായവും ഇല്ലാതെ ഈ ഷട്ടിൽ ഗ്ലൈഡ് ചെയ്ത് പറന്ന് നിശ്ചിത റൺവേയിൽ ഒരു വിമാനം ലാൻഡ് ചെയ്യുന്നത് പോലെ ലാൻഡ് ചെയ്യും. ഒരു വിമാനം ലാൻഡ് ചെയ്യുമ്പോൾ വിമാനത്തിന് എഞ്ചിനുകളുണ്ട്. ആ എഞ്ചിനുകളിൽ ബ്രേക്കിംഗ് സിസ്റ്റമുണ്ട്. ആ ബ്രേക്കിംഗ് സിസ്റ്റമൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ലാൻഡ് ചെയ്യുന്ന വിമാനത്തിൻ്റെ വേഗത കുറയ്ക്കുന്നത്. എന്നാൽ ഇതിൽ വിമാന എഞ്ചിനുകളില്ല, ജെറ്റ് എഞ്ചിനുകളില്ല, ബ്രേക്കിംഗ് സിസ്റ്റമൊന്നുമില്ല. അപ്പോൾ എങ്ങനെ ഇത് അതിവേഗത്തിൽ റൺവേയിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിനെ പിടിച്ചു നിർത്തും? ആ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി ഇതിൻ്റെ പിന്നിൽ ഒരു പ്രത്യേക പാരച്യൂട്ടുണ്ട്. റൺവേ തൊട്ട് കഴിഞ്ഞാൽ ഉടൻ ആ പുറകിൽ നിന്ന് ആ പാരച്യൂട്ട് വിടരും. ആ പാരച്യൂട്ടാണ് ഈ സ്പേസ് ഷട്ടിലിൻ്റെ ബ്രേക്കിംഗ് സിസ്റ്റം. അങ്ങനെ യാത്ര കഴിഞ്ഞ് വന്ന് യാത്രികരിറങ്ങി അത് കഴിഞ്ഞ് വീണ്ടും ഈ സ്പേസ് ഷട്ടിൽ പുനരുപയോഗിക്കാൻ കഴിയും. ഇത് വളരെ വിജയകരമായി അമേരിക്ക പരീക്ഷിച്ചു. ഒരു കാര്യം കൂടി പറഞ്ഞല്ലോ, ഇതിന് വിമാനത്തിൻ്റെ ഷേപ്പ് ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. പറന്നിറങ്ങാൻ വേണ്ടി, ഗ്ലൈഡ് ചെയ്തിറങ്ങാൻ വേണ്ടി ഒരു എയറോഡൈനാമിക് ഷേപ്പും ചിറകുകളും വാലും ഒക്കെ കൊടുത്തിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇതിന് സ്വയം പറന്നുയരാനോ അല്ലെങ്കിൽ സ്വയം ബ്രേക്ക് ചെയ്യാനോ ഒന്നും പറ്റില്ല. ഒരു സ്ഥലത്ത് നിന്ന് സ്പേസ് ഷട്ടിലിനെ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത് മറ്റൊരു വലിയ കൂറ്റൻ കരിയർ എയർക്രാഫ്റ്റിൻ്റെ മുതുകിൽ വെച്ച് കെട്ടിക്കൊണ്ടാണ് പോകുന്നത്. അതിനുവേണ്ടി നാസയ്ക്ക് ഒരു പ്രത്യേക വിമാനം തന്നെ, ഒരു വലിയ ബോയിങ് വിമാനമുണ്ട്. ഈ സാധനത്തിനെ, ഈ സ്പേസ് ഷട്ടിലിനെ എടുത്ത് അതിൻ്റെ മുതുകത്ത് വെച്ച് നട്ടും ബോൾട്ടും ഇട്ട് മുറുക്കി പറപ്പിച്ച് വേറെടുത്ത് കൊണ്ട് ഇറക്കുക. ഇങ്ങനെ പറ്റുകയുള്ളൂ. അത് അതിൻ്റെ രസകരമായ മറ്റൊരു കാര്യം. കൊളംബിയ, ചലഞ്ചർ, അറ്റ്ലാന്റിസ്, എൻഡവർ എങ്ങനെ 4 സ്പേസ് ഷട്ടിലുകൾ അവരുണ്ടാക്കി. ഈ 4 സ്പേസ് ഷട്ടിലുകളും 80കളിലും 90കളിലും ഏതാണ്ട് 2011 വരെ റെഗുലറായിട്ട് ഉപയോഗിച്ചു, ഗംഭീരമായിട്ട് ഉപയോഗിച്ചു. സംഗതി ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇതിന് വേറെ ചില പ്രശ്നങ്ങളുണ്ട്. പുനരുപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ചെലവ് കുറയ്ക്കുക എന്നൊരു ഉദ്ദേശം കൂടി ഉണ്ടല്ലോ. ആ ചെലവ് കുറയ്ക്കൽ എന്നത് ഇവിടെ നടന്നിട്ടില്ല. കാരണം ഒരു സ്പേസ് ഷട്ടിൽ ഒന്ന് പോയി വന്നതിന് ശേഷം വീണ്ടും അടുത്ത വിക്ഷേപണത്തിന് തയ്യാറാകാൻ ഈ വാഹനം മുഴുവനായി ഒന്ന് റീഫർബിഷ് ചെയ്യേണ്ടതുണ്ട്. ഇതിൻ്റെ ഈ തെർമൽ കവറിങ് മുഴുവൻ മാറ്റണം. എൻജിനിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തണം. അതാകപ്പാടെ ഇത് മുഴുവൻ എല്ലാം കൂടെ നോക്കുമ്പോൾ പുതിയ ഒരു റോക്കറ്റ് ഉണ്ടാക്കുന്നതിനേക്കാൾ ചിലവ് പലപ്പോഴും ഓരോ ഷട്ടിൽ വിക്ഷേപണങ്ങൾക്കും വേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവർ 2011 ഇത് എന്നേക്കുമായി ഷട്ടിൽ പ്രോഗ്രാം അവസാനിപ്പിച്ചത്, നാസ. എന്നാൽ ഇതിന് ഗുണങ്ങൾ ഒരുപാടുണ്ട്. അതെത്ര പറഞ്ഞാലും തീരില്ല. ഏറ്റവും അധികം ആൾക്കാരെ ഒരുമിച്ച് ബഹിരാകാശത്തെത്തിക്കാൻ കഴിയുന്ന ഒരേ ഒരു ബഹിരാകാശ വാഹനമാണ് ഷട്ടിൽ. 7 പേരെ ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയും. പരമാവധി 3 പേരെയാണ് മറ്റേത് വാഹനത്തിലും കൊണ്ടുപോകാൻ കഴിയുക. എന്നാൽ സ്പേസ് ഷട്ടിലിൽ 7 പേരെ കൊണ്ടുപോകാൻ കഴിയും. അതുമാത്രമല്ല, ഒരു വിമാനത്തിൻ്റെ ഷേപ്പാണല്ലോ ഇതിന്. അതിൻ്റെ നടുവിലുള്ള ഭാഗം ഇങ്ങനെ വാതിൽ 2ആയിട്ട് തുറക്കും. ബഹിരാകാശത്ത് ചെന്നതിന് ശേഷം അവിടെ നിരീക്ഷണങ്ങൾ നടത്തുന്നതിനൊക്കെ ആ സൗകര്യം വളരെ പ്രയോജനമാണ്. മാത്രമല്ല, ഈ സ്പേസ് ഷട്ടിൽ ഉപയോഗിച്ചുകൊണ്ട്
ബഹിരാകാശത്ത് കേടായ ഉപഗ്രഹങ്ങളെ തിരിച്ചു പിടിക്കാൻ കഴിയും. എന്നിട്ട് അതിനെ നന്നാക്കി വീണ്ടും അവിടെ സ്ഥാപിക്കാൻ കഴിയും. നമുക്ക് ധാരാളം കേട്ടിട്ടുണ്ട് ഹബിൾ സ്പേസ് ടെലസ്കോപ്പ് എന്ന് പറയുന്നത്. നാസ വിക്ഷേപിച്ച 90കളുടെ ആദ്യം വിക്ഷേപിച്ച ഹബിൾ ടെലസ്കോപ്പ് വലിയൊരു വിപ്ലവമായിരുന്നു. അത് ബഹിരാകാശത്ത് സ്ഥാപിക്കുന്ന ആദ്യത്തെ ഒപ്റ്റിക്കൽ ടെലസ്കോപ്പാണത്. അതിൽ നിന്നുള്ള ചിത്രങ്ങൾ ഒരുപാട് പ്രപഞ്ച രഹസ്യങ്ങൾക്ക് ഉത്തരം നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ വിക്ഷേപിച്ചതിൻ്റെ പിന്നാലെ ഈ ഹബിൾ സ്പേസ് ടെലസ്കോപ്പ് തകരാറിലായി. അതിൻ്റെ പ്രധാന മിററിന് എന്തോ പ്രശ്നം വന്നു. അതുകൊണ്ട് തന്നെ കിട്ടുന്ന ഇമേജൊക്കെ വളരെ ബ്ലേഡായിരുന്നു. ഈ ഹബിൾ സ്പേസ് ടെലസ്കോപ്പ് ഈ ഒരു സ്പേസ് ഷട്ടിലിൽ പോയി അതിൻ്റെ വിദഗ്ധർ ആ ഉപഗ്രഹത്തിൻ്റെ അടുത്ത് ചെന്ന് അത് ശരിയാക്കി വീണ്ടും അവിടെ സ്ഥാപിക്കുകയാണ് ചെയ്തത്. അതിനുശേഷമാണ് ഹബിൾ സ്പേസ് ടെലസ്കോപ്പ് നന്നായി വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെ പല ഉപഗ്രഹങ്ങളും അവർ വീണ്ടെടുത്തിട്ടുണ്ട്, എന്നിട്ട് തിരിച്ചു വിട്ടിട്ടുമുണ്ട്. നമ്മുടെ തന്നെ ആദ്യത്തെ ഇൻസാറ്റ് 1B ലോഞ്ച് ചെയ്തത് ഈ സ്പേസ് ഷട്ടിലാണ്. അതുപോലെ നമുക്കറിയാം ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ എന്ന ഒരു മഹാത്ഭുതമുണ്ട്. ഏതാണ്ട് 400 കിലോമീറ്റർ മുകളിൽ ഒരു 2 ഫുട്ബോൾ കോർട്ടിൻ്റെ വലിപ്പത്തിലുള്ള അന്തർദേശീയ ബഹിരാകാശ നിലയം. അത് ഒറ്റയടിക്ക് വിക്ഷേപിച്ചതല്ല. ഇത്രയും വലിയ സാധനം ഒറ്റയടിക്ക് വിക്ഷേപിക്കാൻ കഴിയില്ല. പല പ്രാവശ്യമായി വിക്ഷേപിച്ച് അവയെല്ലാം കൂടി ബഹിരാകാശത്ത് വെച്ച് അസംബിൾ ചെയ്തിട്ടാണ് ഇത്ര വലിയ ഒരു സംവിധാനം ഉണ്ടാക്കിയത്. ഇത് മുഴുവൻ നടന്നത് ഈ സ്പേസ് ഷട്ടിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. അതിന് വളരെ നീണ്ട ഒരു യന്ത്രക്കൈയുണ്ട്. അതെങ്ങോട്ട് വേണമെങ്കിൽ മൂവ് ചെയ്യിക്കാൻ പറ്റും. ഈ പൂമ്പാറ്റയിലൊക്കെ നമ്മൾ പണ്ട് വായിച്ചിരിക്കുന്ന കബീഷ് ഉണ്ടല്ലോ, കബീഷിൻ്റെ വാല് പോലെ ഒരു നീണ്ട യന്ത്രക്കൈ അതിനുണ്ട്. ഒരു റൊബോട്ടിക് ആമുണ്ട്. ആ റൊബോട്ടിക് ആം വെച്ചിട്ടാണ് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ്റെ ഭാഗങ്ങൾ മുഴുവനും കൂട്ടിയോജിപ്പിച്ചത്. അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജസ് ഈ സ്പേസ് ഷട്ടിലിനുണ്ട്. എന്നാൽ ചെലവിൻ്റെ കാര്യത്തിൽ അത് വളരെ ഭീമമാണ്. അവൻ്റെ പോറ്റ് ചെലവ് താങ്ങാൻ പറ്റാത്തതാണ്. സ്പേസ് ഷട്ടിലിൻ്റെ ചരിത്രത്തിൽ 2 വലിയ അപകടങ്ങളും ഉണ്ടായിട്ടുണ്ട്. 1986 ജനുവരിയിൽ സ്പേസ് ഷട്ടിൽ ചലഞ്ചർ വിക്ഷേപിച്ച് ഏതാനും സെക്കൻഡുകൾ കഴിഞ്ഞപ്പോൾ കൺമുമ്പിൽ പൊട്ടിത്തെറിച്ചുപോയി. അതിൻ്റെ ഇന്ധന ടാങ്കിലെ ഒരു ഓറിങ്ങിനുണ്ടായ ചെറിയ തകരാറ് കാരണം ഇന്ധനം അധികമായി ചോർന്ന് പെട്ടെന്ന് അതിന് തീ പിടിച്ച് ആ വാഹനം മുഴുവനും പൊട്ടിത്തെറിച്ച് അതിൻ്റെ അകത്തുണ്ടായിരുന്ന 7 യാത്രക്കാരും തൽക്ഷണം കൊല്ലപ്പെട്ടു. പിന്നൊരപകടം നടന്നത് 2001 ഫെബ്രുവരിയിലാണ്. അത് സ്പേസ് ഷട്ടിൽ കൊളംബിയ ബഹിരാകാശത്ത് പോയി തിരിച്ചു വരുമ്പോൾ അതിൻ്റെ ഈ തെർമൽ രക്ഷാ കവചമുണ്ടല്ലോ, ആ കവചത്തിൽ ഒരു ചെറിയ വിള്ളൽ വീണിരുന്നു നേരെ ഇതിൻ്റെ വിക്ഷേപണ വേളയിൽ. പിന്നീട് അന്വേഷണത്തിലാണ് അതൊക്കെ തെളിഞ്ഞത്. ആ വിള്ളലിലൂടെ ഈ അന്തരീക്ഷത്തിലേക്ക് തിരിച്ചു കയറുമ്പോഴുണ്ടാകുന്ന ആ ചൂട് വായു ഇതിൻ്റെ ഉള്ളിൽ കടന്ന് ഇന്ധനത്തിന് തീ പിടിച്ച് നിയന്ത്രണം പോയി ആകാശത്ത് വെച്ച് പൊട്ടിച്ചെതറിപ്പോയി. 7 ദിവസത്തെ ദൗത്യം കഴിഞ്ഞ് മടങ്ങുമ്പോഴാണത്. അതിൽ നമ്മുടെ ഭാരതീയ ആസ്ട്രോനോട്ടായിരുന്ന കൽപ്പന ചൗള, അവർ അമേരിക്കൻ പൗരയായിരുന്നുവെങ്കിലും ഭാരതീയ സ്ത്രീയായിരുന്നു, അവരും കൊല്ലപ്പെട്ടു. ഇങ്ങനെ 2 അപകടങ്ങൾ സ്പേസ് ഷട്ടിലിൻ്റെ ചരിത്രത്തിലുണ്ടായിട്ടുണ്ട്. എങ്ങനെയൊക്കെ ആയാലും ബഹിരാകാശ ഗവേഷണത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു അച്ചീവ്മെൻ്റ് തന്നെയായിരുന്നു അമേരിക്കയുടെ സ്പേസ് ഷട്ടിൽ. അതിലൊരു സംശയവുമില്ല. സ്പേസ് ഷട്ടിൽ ഇല്ലായിരുന്നുവെങ്കിൽ നമുക്ക് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവില്ലായിരുന്നു. ബഹിരാകാശത്ത് ഇത്രയധികം നേട്ടങ്ങൾ മനുഷ്യരാശി കൈവരിക്കുകയുമില്ലായിരുന്നു. സോവിയറ്റ് യൂണിയനും ഒരു സ്പേസ് ഷട്ടിലിന് വേണ്ടി ശ്രമിച്ചിരുന്നു. ബുറാൻ എന്ന് പറയുന്ന ഒരു സ്പേസ് ഷട്ടിൽ അവർ ഉണ്ടാക്കി. പക്ഷേ അത് ആയി വന്നപ്പോഴേക്ക് സോവിയറ്റ് യൂണിയൻ തകർന്നു. അവർക്ക് വിശ്വസ്തമായ നല്ല ക്രയോജനിക് എഞ്ചിനുകൾ ഉണ്ടാക്കാൻ സാധിച്ചില്ല. അങ്ങനെ അവർ ആ പദ്ധതി ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. അപ്പോൾ സ്പേസ് ഷട്ടിൽ എന്താണെന്ന്
ഏകദേശം ഇപ്പോൾ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. നമസ്കാരം.